ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ കുറച്ച് സബ്ജക്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചിലപ്പം ഈ വീഡിയോയുടെ കമൻറ്റ് ഓഫ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് 7ന്റെ വീഡിയോയിൽ പോയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയാണോ? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പ്രവർത്തനം 1ലേക്ക് കടക്കാം. ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യരിൽ അത്ഭുതവും ആകാംക്ഷയും ഉളവാക്കുന്നതാണ്. ശുക്രന്റെ പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നു. ഇതുപോലെ ഭൂമിയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. അഥവാ ഭൂമിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു തിരിച്ചറിയൽ കാർഡാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ശുക്രന്റെ സവിശേഷത എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളില്ല. ഇനി ഭൂമിയിലെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഉപഗ്രഹം ചന്ദ്രൻ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഒന്നും കൂടെ പറയാം. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, ജീവൻ നിലനിൽക്കുന്നതിനായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കാൻ വേണ്ട നിബന്ധനകളിൽ ഉൾപ്പെടാത്തതാണ് നോക്കേണ്ടത്. ഓക്കെ, സ്വയം കത്തുന്നു, ഗോളാകൃതിയുണ്ട്, സൂര്യനെ വലയം വെക്കുന്നു, തനതായ ഭ്രമണപഥമുണ്ട്. ഏതാണ്? സ്വയം കത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഗ്രഹമായി പരിഗണിക്കാൻ ആവശ്യമില്ലാത്ത നിബന്ധന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എ ആണ്. ഓക്കെ, ഇനി സി ചോദ്യം. സൂര്യനിൽ നിന്നുള്ള അകലത്തെ അടിസ്ഥാനമാക്കി ഗ്രഹങ്ങളെ ക്രമീകരിച്ചാൽ അടുത്തടുത്തായി വരുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം? ബുധൻ, ഭൂമി, വ്യാഴം, ശനി, ശുക്രൻ, വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ. ഏതാണ്? വ്യാഴം, ശനി എന്നുള്ളതാണ്. അഥവാ ഉത്തരം ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി പ്രവർത്തനം 2ലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷത്തെ ബാഗാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആവശ്യമായ പച്ചക്കറികൾ ഏറിയ പങ്കും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. വരവിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിക്കുന്നു. എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. തന്മയാണ് പറയുന്നത് അല്ലേ? ഇനി അടുത്തത് നോക്കൂ. അടുത്തത് അവനിയാണ് പറയുന്നത്. ഈ വർഷവും കമ്പോളത്തിലെ ഏറ്റവും മികച്ച ബാഗ് തന്നെ അച്ഛൻ വാങ്ങിത്തന്നു. രുചികരമായ ഭക്ഷണ സാധനങ്ങൾ ഓൺലൈനിൽ വരുത്താറുണ്ട്. പണം കടം കൊടുത്തും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാറുണ്ട്. എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. രണ്ടുപേരുടെയും ജീവിതശൈലി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആരുടെ ജീവിതശൈലിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട്? ആരുടെയാണ്? ഇവിടെ ഒന്നാമത്തെ കുട്ടിയുടെയാണ്. അഥവാ തന്മയുടെ ജീവിതശൈലിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം കുട്ടിക്ക് സ്വാതന്ത്ര്യമായി പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ മിതവ്യയശീലം ജീവിതത്തിൽ പാലിക്കണമെന്ന നിലപാട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 എഴുതേണ്ടത്. ഒന്ന്, കുട്ടിക്ക് സ്വാതന്ത്ര്യമായി പ്രതികരിക്കാം. അടുത്തത്, മിതവ്യയം ജീവിതത്തിൽ പാലിക്കണമെന്ന നിലപാട് ഈ കുട്ടിക്കുണ്ട്. മറ്റേ കുട്ടിയുടെ കാര്യമാണെങ്കിലോ കടം വാങ്ങിച്ചിട്ട് പോലും സന്തോഷം കണ്ടെത്തുകയും അതുപോലെ തന്നെ ആർഭാടം കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണല്ലേ. ഇനി ഇതിലെ പ്രവർത്തനം 3ലേക്ക് കടക്കാം. ഭൂമിയിലെ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് മനുഷ്യനുൾപ്പെടെയുള്ള സസ്യജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത്. എ ചോദ്യം. വൻകരകളെയും സമുദ്രങ്ങളെയും മനുഷ്യർ ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നു? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് കൂട്ടുകാർ അതിനൊന്ന് വൈഡാക്കി എഴുതിയാൽ മതി. ഇപ്പോൾ വൻകരകളാണെങ്കിൽ നമ്മൾ അടിസ്ഥാനമായ ആവശ്യം ജലം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയവക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സമുദ്രങ്ങളാണെങ്കിൽ മത്സ്യസമ്പത്ത്, ധാതു നിക്ഷേപങ്ങൾ, ഗതാഗതം, വിനോദം, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സമ്പത്ത് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ധാതു നിക്ഷേപം? അല്ലെങ്കിൽ വൻകരയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ജലം, പാർപ്പിടം, ഭക്ഷണം ഇവയൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ മാത്രം മതി. ഇതിലെ ബി ചോദ്യം. വൻകരകളും സമുദ്രങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്ലക്കാർഡ് തയ്യാറാക്കുന്നതിനുള്ള വാചകങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? അമിത ഖനന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം തടയുക. ഓക്കെ, ഏതെങ്കിലും 2 എഴുതേണ്ടത്. ഒന്നും കൂടെ പറയാം. അമിത ഖനന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം തടയുക. അല്ലെങ്കിലോ മാലിന്യ നിക്ഷേപം തടയുക, പ്രകൃതി വിഭവങ്ങൾ വരും തലമുറക്കായി കാത്തുവെക്കുക എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി പ്രവർത്തനം 4 നോക്കൂ. സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റു നക്ഷത്രങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇരുട്ടും തോറും എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളെ കാണാം അല്ലെ. ആകാശത്ത് നമുക്ക് ഇരുട്ടാവും തോറും ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൗരയൂഥത്തിന്റെ ഭാഗമായ ചില അംഗങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അംഗങ്ങൾ
ക്ഷുദ്രഗ്രഹങ്ങൾ അതിന്റെ സവിശേഷത എന്താണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി സൂര്യനെ വലയം വെക്കുന്ന ചെറു പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി സൂര്യനെ വലയം വെക്കുന്ന ചെറു പാറക്കഷ്ണങ്ങൾ. ഇനി ഒരു സവിശേഷത കൊടുത്തിട്ടുണ്ട്, തടസ്സമില്ലാത്തതും തനതായതുമായ ഭ്രമണപഥമില്ല. ഇതാർക്കാണ്? ഇത് കുള്ളൻ ഗ്രഹങ്ങളാണ്, കുള്ളൻ ഗ്രഹങ്ങൾ. ഇനി വാൽ നക്ഷത്രത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ് വാൽ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, അശുദ്ധ ഹിമ പദാർത്ഥങ്ങൾ. ഇനി അടുത്ത സവിശേഷത, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ. അതേതാണ്? ഉൽക്കകൾ. ഓക്കെ, നാലാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഉൽക്കകൾ. ഇനി തന്നിരിക്കുന്നവയിൽ നിന്ന് വാൽനക്ഷത്രം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡ, ഷാരൻ, ഐസൻ, ബ്ലൂട്ടോ. ഏതാണ്? ഐസൻ ആണ് അവിടെ വാൽനക്ഷത്രം. ഇനി പ്രവർത്തനം 5. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിനു മുകളിൽ വലിയ ശിലകൾ നാട്ടിയിരുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ശിലാസ്മാരകങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് നാട്ടുകല്ലാണ്. ഓക്കെ, നാട്ടുകല്ല്. രണ്ടാമത്തേത് കുടക്കല്ല്. ഇനി ബി ചോദ്യം, ഇത്തരം ചരിത്രശേഷിപ്പുകളിൽ നിന്ന് മഹാശിലാ സംസ്കാരത്തെ എന്തെല്ലാം വസ്തുതകളാണ് കണ്ടെത്തിയിട്ടുള്ളത്? എന്തൊക്കെയാണ്? അവരുടെ ഇരുമ്പായുധങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സി, പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് മഹാശിലാ സ്മാരകങ്ങൾക്ക് പുറമെ വിവരങ്ങൾ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? എന്താണ്? സംഘകൃതികൾ അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സംഘകൃതികൾ അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടുകൾ. പ്രവർത്തനം 6. ഇന്ത്യയിൽ BC 6-ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലം മുതൽ ഗോദാവരി നദീതടം വരെ നിരവധി ജനപദങ്ങൾ രൂപം കൊണ്ടു. അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു മഗധ. മഗധ രാജ്യം ശക്തിപ്പെടാനിടയാക്കിയ ഘടകങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് തന്നിട്ടുണ്ട്, മഗധയുടെ സ്ഥാനം. പിന്നെന്താണ്? മഗധയിലെ ഇരുമ്പിന്റെ ലഭ്യത, വാണിജ്യ പുരോഗതി, നഗരങ്ങളുടെ വളർച്ച, വിപുലമായ സൈന്യം. ഓക്കെ, ഒന്നുകൂടെ പറയാം, മഗധയുടെ സ്ഥാനം, ഇരുമ്പിന്റെ ലഭ്യത, വാണിജ്യ പുരോഗതി, നഗരങ്ങളുടെ വളർച്ച, വിപുലമായ സൈന്യം. ബി ചോദ്യം, വർദ്ധമാന മഹാവീരൻ ഉപയോഗിച്ച ഭാഷ ഏതായിരുന്നു? പാലി, ദ്രാവിഡം, പ്രാകൃത്, തമിഴ്. ഏതാണ്? പ്രാകൃതാണ്. ഇനി പ്രവർത്തനം 7 നോക്കൂ. BC 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടം വേദകാലം എന്ന് അറിയപ്പെടുന്നു. വേദകാലത്തെ ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. വേദകാലത്തെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയഭൂപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേദകാലം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വേദകാലം രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ഋഗ്വേദകാലം, 2 പിൽക്കാല വേദകാലം. ഇനി ഈ ഋഗ്വേദകാലത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? അതിൽ വരുന്നത് 1 കന്നുകാലി വളർത്തല്, 2 ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും. ഓക്കെ, ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും. ഒന്നാമത്തേത് കന്നുകാലി വളർത്തല്, രണ്ടാമത്തേത് ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും. ഇനി പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷി. പിന്നെന്താണ് അതിലുള്ളത്? കൃഷി എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അപ്പോൾ അവിടെ മൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മുഖ്യ തൊഴിൽ ഋഗ്വേദകാലത്തിൽ കന്നുകാലി വളർത്തൽ, പിൽക്കാല വേദകാലത്തിൽ കൃഷി. ലോഹായുധം എന്ന് പറയുന്നത് ഋഗ്വേദകാലത്തിൽ ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും, പിൽക്കാല വേദകാലത്ത് ഇരുമ്പ് കൊണ്ട്. ഇനി നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഋഗ്വേദ കാലഘട്ടവുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത് എഴുതുക. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ചിരുന്നു. ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെ ആരാധിച്ചിരുന്നു. ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചു. ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചു. ഏതൊക്കെയാണ്? ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെ ആരാധിച്ചിരുന്നു എന്നതും ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതുമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി പ്രവർത്തനം 8ലേക്ക് കടക്കാം. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ എന്ന് പറയുന്നത്. ചില വൻകരകളുടെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ തിരിച്ചറിഞ്ഞ് വൻകരകളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സവിശേഷത, നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന വൻകര. അതേത് വൻകരയാണ്? ഏഷ്യ. 2 മൈത്രി, ഭാരതി എന്നീ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്ക. കങ്കാരു കാണപ്പെടുന്നത് ഓസ്ട്രേലിയ. ഇനി ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക. വലുപ്പത്തിൽ 6-ാം സ്ഥാനം യൂറോപ്പ്. അപ്പോൾ 1 ഏഷ്യ, 2 അന്റാർട്ടിക്ക, 3 ഓസ്ട്രേലിയ, 4 ആഫ്രിക്ക, 5 യൂറോപ്പ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.